നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഇതിൽ ഹിസ്ബുൾ മുജാഹിദീനെ കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ ഇപ്പോൾ അധികമായി വരുന്നില്ല. പ്രധാനമായും ജെയ്ഷെ മുഹമ്മദിനെ കുറിച്ചും ലഷ്കർ ഇ തൊയ്ബയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് വരുന്നത്. ഇത്തരം ഭീകരവാദ സംഘടനകളെല്ലാം പ്രവർത്തിച്ചിരുന്നത് പാക് അധീന കശ്മീരിലും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ പ്രവിശ്യകളിലുമൊക്കെ ആയിരുന്നു. കാരണം ഇവരുടെ മൊത്തം ആക്ടിവിറ്റീസും ഇന്ത്യക്കെതിരായിട്ടായിരുന്നു. ഇന്ത്യയുടെ കശ്മീർ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കശ്മീരിൽ ആർട്ടിക്കിൾ 370 അടക്കമുള്ളവ എടുത്ത് കളഞ്ഞതിന് ശേഷം കശ്മീരിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, അതിർത്തി കടന്നുള്ള ആക്രമണം, അത് ഇന്ത്യ ഭീകരവാദ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പ്രത്യാക്രമണം ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പാകിസ്ഥാന് നൽകുന്നുണ്ട്. ആ ആക്രമണത്തിൽ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് മുഴുവൻ ഈ പാക് അധീന കശ്മീരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾ നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളിലുമൊക്കെയാണ്. ഇന്ത്യക്ക് വളരെ കൃത്യമായി എവിടെയാണ് ഭീകരാക്രമണം ഉണ്ടായാൽ ഭാവിയിൽ ആക്രമണം നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ പാക് അധീന കശ്മീരിലും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിലൊക്കെയുള്ള ഭീകരാക്രമണ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാകും ആക്രമണം നടത്തുക. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത്തരം ഭീകര സംഘടനകൾക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദിനെ ഭഗവൽപൂരിലെ അവരുടെ ആ ഭീകര കേന്ദ്രം, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന് നേരെ കനത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. കനത്ത ആൾനാശമാണ് ഈ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കുമൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൽ ലഭിച്ചത്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന തിരിച്ചടി നൽകിയത്. ആ തിരിച്ചടിയുടെ ആദ്യഘട്ടത്തിൽ കനത്ത ആക്രമണമാണ് 9 ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയത്. അതെല്ലാം തന്ത്രപ്രധാനമായ ഭീകര ലോഞ്ച് പാഡുകളായിരുന്നു. ലഷ്കറിൻ്റെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായിരുന്നു ആക്രമിക്കപ്പെട്ടവ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞയുടൻ പാകിസ്ഥാൻ ഭീകര സംഘടനകൾ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ പറയുന്ന പാക് അധീന കശ്മീരിൽ നിന്ന് മാറ്റി ബലൂചിസ്ഥാനിലേക്ക് പോകുന്നു എന്ന വാർത്ത അന്ന് വന്നിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യയുടെ ആക്രമണത്തെ ഭേടിച്ചായിരുന്നു ഈ ലഷ്കർ ഇ തൊയ്ബ നീങ്ങുന്നത് എന്നായിരുന്നു. ഒരു പരിധിവരെ അത് ശരിയാണ്. ഇന്ത്യയുടെ ആക്രമണം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ബലൂചിസ്ഥാനിലേക്ക് മാറിയത്. ബലൂചിസ്ഥാനിൽ ഇന്ത്യക്ക് ആക്രമിക്കാൻ കഴിയില്ല, അതിന് പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ ISIയും അതുപോലെ തന്നെ ഭീകര സംഘടനകളും ഒക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭീകര ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണം തടയുക എന്നതിനേക്കാൾ ഉപരിയായി മറ്റു ചില ഉദ്ദേശങ്ങളും ഇതിനുണ്ട്. അതായത് ബലൂചിസ്ഥാനിൽ വിഘടനവാദ പ്രവർത്തനം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഘടനവാദ പ്രവർത്തനം അതിശക്തമാണ്. ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു. ഈ രീതിയിൽ ബലൂചിസ്ഥാനിൽ വിഘടനവാദം ശക്തമാവുകയാണ്. പാകിസ്ഥാൻ 2ആയോ 3ആയോ ഒക്കെ പുലരുമെന്ന ഒരു വക്കിലെത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ഭീകര സംഘടനകൾ ബലൂചിസ്ഥാനിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. സൈന്യവും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ചേർന്ന് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇവരവിടെ നടപ്പിലാക്കുന്നത്. അവിടെ നിന്നും യുവതിയുവാക്കളെ റാഡിക്കലൈസ് ചെയ്യുക, അതായത് മത തീവ്രവാദികളാക്കുക, മതതീവ്രവാദം കുത്തിവെക്കുക അവരിൽ, അതിനുശേഷം ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ബലൂചിസ്ഥാനിലും മറ്റും ഇവർ നടത്തുന്നത്. ഇതുവഴി അവിടെയുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഭീകരവാദവും വിഘടനവാദവും ഒക്കെ ഇല്ലാതാക്കാം എന്നാണ് അവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളെ ഇപ്പോൾ ബലൂചിസ്ഥാനിലും മറ്റും നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ബലൂചിസ്ഥാനിൽ പോയി അജ്ഞാതന്മാർ ഈ പറയുന്ന ഭീകരന്മാരെ വകവരുത്തുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഷ്കറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മിർ ഷുക്കൂർ ഖാൻ റൈസാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. മിർ ഷുക്കൂർ ഖാൻ റൈസാനി ലഷ്കർ ഇ തൊയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ലഷ്കർ ഇ തൊയ്ബ അതിൻ്റെ ഒരു രാഷ്ട്രീയ വിഭാഗം പാകിസ്ഥാനിൽ ആരംഭിച്ചപ്പോൾ അതിൻ്റെ
ചുമതല ലഭിക്കുകയും ബലൂചിസ്ഥാനിലേക്ക് പോവുകയും ചെയ്ത വ്യക്തിയാണ്. ബലൂചിസ്ഥാനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റാഡിക്കലൈസേഷൻ, അതുപോലെ ഈ റിക്രൂട്ട്മെൻറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള ലഷ്കറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഈ മിർ ഷുക്കൂർ ഖാൻ. ഇയാൾ ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യക്കെതിരായിട്ടുള്ള പല ആക്രമണങ്ങൾക്കും സൂത്രധാരനായിട്ടുള്ളയാളാണ്. മാത്രമല്ല ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ ചില നീക്കങ്ങൾ ഇയാൾ നടത്തുന്നുമുണ്ട്. ബലൂജ് ലിബറേഷൻ ആർമിയെ നേരിടാൻ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയുന്നില്ല. വലിയ രീതിയിലുള്ള ആൾനാശം പാകിസ്ഥാൻ സൈന്യത്തിന് ഉണ്ടാകുന്നതുകൊണ്ട് അവർ തീവ്രവാദ സംഘടനകളെ ഇപ്പോൾ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണോ എന്ന സംശയത്തിലാണ് ലഷ്കറും അതുപോലെ തന്നെ ജെയ്ഷും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിൽ ഇപ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പ്രവർത്തനം ഇതൊക്കെയാണ്, റിക്രൂട്ട്മെൻറ്റ് പോലെയുള്ളവ. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും ഒരു കമാൻഡിൻ കീഴിൽ പ്രവർത്തിക്കുന്നുവെന്നും ഇവർ നാവികസേന ഉണ്ടാക്കുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പരിശീലനവും റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഈ മിർ ഷുക്കൂർ ഖാൻ റൈസാനിയെ ഇവിടെ വച്ചിട്ടാണ് വധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അജ്ഞാതർ ഇയാളെ ടാർഗറ്റ് ചെയ്ത് വകവരുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മാത്രമല്ല ഇയാൾ വെടികൊണ്ടതിൻ്റെയോ മറ്റും ലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റേതോ രീതിയിൽ ഇയാളെ വകവരുത്തിയിരിക്കുന്നു. വിഷം കുത്തിവെച്ചോ മറ്റോ ഒക്കെ വകവരുത്തിയിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാൻ ഭരണകൂടം ഔദ്യോഗികമായി എങ്ങനെയാണ് റൈസാനി മരിച്ചത് എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. അജ്ഞാതരുടെ ആക്രമണമാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ആരോഗ്യവാനായിരുന്നു, മറ്റ് അസുഖങ്ങളൊന്നുമില്ല, പെട്ടെന്ന് മരിക്കുകയായിരുന്നു. താൻ ഈ ലഷ്കർ ഇ തൊയ്ബയുടെ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ക്വറ്റയിലെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അജ്ഞാതരുടെ ആക്രമണം കൊണ്ട് മറ്റൊരു ലഷ്കർ ഭീകരൻ കൂടി ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. ഇത് സത്യത്തിൽ വലിയ ഭീതി ലഷ്കറിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു ലഷ്കർ ഭീകരനെ ഈ അജ്ഞാതർ വകവരുത്തിയത്. ലഷ്കറിൻ്റെ സഹസ്ഥാപകന് നേരെ വെടിവയ്പ് ഉണ്ടായിരുന്നു. അയാൾ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ലാഹോറിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇങ്ങനെ ലഷ്കറിന് തുടരെ നഷ്ടങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പല മേഖലകളിലും അജ്ഞാതർ ആക്രമണം നടത്തുന്നു എന്നുള്ളത് പാകിസ്ഥാൻ പോലീസിനെയും അതുപോലെ തന്നെ അവരുടെ പട്ടാളത്തെയും സർക്കാരിനെയുമൊക്കെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. കാരണം ജനങ്ങൾ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അജ്ഞാത ആക്രമണം നടത്തുന്നത്? അവർ ഇന്ത്യയാണ് അതിനു വേണ്ടി ബ്ലെയിം ചെയ്യുന്നത്. അതായത് ഇന്ത്യയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതെന്നുമൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകളൊന്നും പാകിസ്ഥാൻ ഇതുവരെ അവരുടെ ആരോപണത്തിന് അനുകൂലമായി ഹാജരാക്കിയിട്ടില്ല. എന്നു മാത്രമല്ല, ഇങ്ങനെ പ്രചരിക്കുമ്പോൾ, ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇളകുകയാണ്. കാരണം അവർ ഭരണകൂടത്തോടും അതുപോലെ തന്നെ സ്വന്തം സൈന്യത്തോടുമൊക്കെ ചോദിക്കുകയാണ്, ഇന്ത്യ ഇങ്ങനെ അകത്ത് കയറി പണിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, അത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ഈ കൊലയാളികളായിട്ടുള്ള ആളുകളെയെങ്കിലും പിടിക്കേണ്ടേ എന്ന ചോദ്യമാണ് പാകിസ്ഥാനിൽ ഉയരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഇതാ മറ്റൊരു അജ്ഞാത വേട്ട കൂടി വന്നിരിക്കുകയാണ്. ലഷ്കറിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് മിർ ഷുക്കൂർ ഖാൻ റൈസാനി കൊല്ലപ്പെട്ടിരിക്കുന്നു.